യോ ഗൈസ് വാട്സാപ്പ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പ് 5 യൂസ്ലെസ് ആപ്സിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 5 ആപ്സിനെ കൊണ്ടും പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. ഇതിലെ ചില ആപ്സ് ഇപ്പോഴും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് വേണേൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കി വെക്കുക. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടോപ്പ് 5 ആപ്പാണ് യോ. അഞ്ചാമത്തെ ആപ്പിൻ്റെ പേരാണ് യോ. ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇതൊരു മെസ്സേജ് സെൻഡിങ് ആപ്പാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ യോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചയക്കാൻ പറ്റുന്നത് യോ എന്ന് തന്നെയായിരിക്കും. ആൻഡ് രണ്ടാമത് നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന മെസ്സേജ് യോ തന്നെയാണ്. ആൻഡ് മൂന്നാമത് അദ്ദേഹം തിരിച്ചയക്കുന്നത് യോ എന്ന് തന്നെയായിരിക്കും. കാരണം ഈ ഒരു ആപ്പിൽ വേറൊരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. യോ യോ യോ, വേറൊന്നും നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. ഇമോജി ഇല്ല, മീനിങ് ഇല്ല, ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറൊരു ടെക്സ്റ്റ് മെസ്സേജും നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. ജസ്റ്റ് യോ. എന്നിരുന്നാൽ പോലും ഈ ഒരു ആപ്പ് ആ ഒരു ടൈമിൽ ട്രെൻഡിങ്ങും വൈറലൊക്കെ ആയിരുന്നു. സോ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ആപ്പ് നമ്പർ 4 ആണ് ക്ലിക്ക് ബട്ടൺ. നാലാമത്തെ ആപ്പിൻ്റെ പേരാണ് ക്ലിക്ക് ബട്ടൺ. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ബട്ടൺ കാണാൻ കഴിയും. ആൻഡ് മുകളിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് റീഡറും ഉണ്ടാവും. നിങ്ങൾ ഈ ചെയ്യേണ്ടത് ആ ബട്ടണിൽ ഞെക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് മുകളിൽ നിങ്ങൾ ഞെക്കുന്നതിനനുസരിച്ച് പോയിന്റ് കൂടും. ആൻഡ് ഇതിൽ ഓരോ ലെവലുണ്ട്. അതായത് 15,000, 20,000, 25,000. സോ അത്രയും തവണ നിങ്ങൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. അതായത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ അതേ ഒരു സെറ്റപ്പ്. ബട്ട് ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് വേറൊന്നുമില്ല, ജസ്റ്റ് ഞെക്കിക്കൊണ്ടിരിക്കുക. സോ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുമോ. ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. സോ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്പിൻ്റെ പേരാണ് ക്ലിക്ക് ബട്ടൺ. ടോപ്പ് 3 ആപ്പിൻ്റെ പേരാണ് വിർച്വൽ ക്യാൻഡിൽ 3D. ഈ ഒരു ആപ്പ് ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്യാൻഡിൽ കാണും. നിങ്ങളൊരു ടാപ്പ് ചെയ്യുമ്പോൾ ആ ക്യാൻഡിൽ ലൈറ്റ് ആവും. ആൻഡ് നിങ്ങളുടെ ഫോൺ തിരിക്കുന്നതിനനുസരിച്ച് ആ ക്യാൻഡിലും തിരിയുന്നത് പോലെയൊക്കെയുള്ള സംഭവമുണ്ട്. ഈ ഒരു ക്യാൻഡിൽ കത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വരും എന്ന് ഞാൻ പറയില്ല, കാരണം വരില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ഈ ഒരു ആപ്പ് ഈ ഒരു ലിസ്റ്റിൽ വരില്ലായിരുന്നു. സോ ടോട്ടലി യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം, പ്ലേ സ്റ്റോറിൽ ഉണ്ട്. ടോപ്പ് 2 ആപ്പിൻ്റെ പേരാണ് നത്തിങ്. നത്തിങ് ഫോൺ പോലെയല്ല. നത്തിങ് ഫോൺ പേര് നത്തിങ് ആണെങ്കിലും ഫോണിൽ അവർ വാല്യൂ മണി ആയിട്ടുള്ള പാക്കേജ് ആയിരുന്നു തന്നിരുന്നത്. ബട്ട് ഈ ഒരു ആപ്പ് പേര് പോലെ തന്നെയാണ്. കാരണം ഈ ആപ്പിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രം. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് അവൈലബിൾ അല്ല. ഇങ്ങനത്തെ ആപ്സ് കുറേയും പ്ലേ സ്റ്റോറുകാർ റിമൂവ് ചെയ്തു. ടോപ്പ് 1 ആപ്പിൻ്റെ പേരാണ് ഐ ആം റിച്ച്. ഈ ഒരു ആപ്പാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള ആപ്പ്. ആൻഡ് ഈ ഒരു ആപ്പ് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു. ബട്ട് ആപ്പ് സ്റ്റോറുകാർ ഈ ഒരു ആപ്പ് റിമൂവ് ചെയ്തു. ഈ ഒരു ആപ്പ് ഇത്രയും യൂസ്ലെസ് ആവാൻ കാരണം ഈ ഒരു ആപ്പ് പൈസ കൊടുത്ത് മേടിക്കണം. അതായത് ഏകദേശം $999 കൊടുത്ത് വേണം ഈ ഒരു ആപ്പ് വാങ്ങാൻ. അങ്ങനെ വാങ്ങിയാലോ കിട്ടുന്നത് ഒരു സ്ക്രീൻ, അതിനകത്തൊരു ജം, ആൻഡ് ആ ജം ഗ്ലോ ചെയ്യും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. $999 കൊടുത്ത് മേടിക്കുന്ന ഒരു ജം, അത്രേ ഉള്ളൂ. ആൻഡ് ഇതിനൊരു വാല്യൂ ഒന്നുമില്ല. സോ ഈ ഒരു ആപ്പ് ആപ്പ് സ്റ്റോറുകാർ റിമൂവ് ചെയ്തു. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ആപ്സിൽ ഏതെങ്കിലും ആപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. സോ ബൈ ഗൈസ്.